എന്താടാ? ഓക്കെ. അപ്പോ കമ്പനി സെക്രട്ടറിക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് സർട്ടിഫിക്കേഷൻസ് ഉള്ളത് എന്ന് പഠിക്കുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ 3. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ കംപ്ലയൻസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഡോക്യുമെന്റേഷനെ കുറിച്ചിട്ടും റെക്കോർഡ് കീപ്പിങ്ങിനെ കുറിച്ചിട്ടും എവിടെ വെക്കണം എന്താണ് എന്നുള്ളതിനൊക്കെ കുറിച്ചൊക്കെ സംസാരിച്ചു. മൂന്നാമത്തത് ഒരു കമ്പനി സെക്രട്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളുമാണ് ഒരു പ്രാക്ടീസിങ് CS ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയുന്നുണ്ട്, അതായത് ഇത് എങ്ങനെ വന്നു എന്താണ് എന്നുള്ളൊക്കെ കാര്യം. ഓക്കെ. അപ്പോ എന്താ പറയണേ, എന്തിനു വേണ്ടിയിട്ടാണ് അത് കൂടുന്നത്? ചാർജസ് രജിസ്റ്റർ ചെയ്യാൻ വൈകിയിരുന്നു. പണ്ട് നമ്മൾ എന്തെങ്കിലും അസറ്റിനൊക്കെ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിരുന്നു. അതിൽ നിന്നാണ് ഈ കൺസെപ്റ്റ് ഉടലെടുത്തത് എന്നുള്ളതാണ് പറയണത്. നൗ പാർലമെന്റ് ആണ് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രീ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് തുടക്കം കുറിച്ചത്. ഓക്കെ. അപ്പൊ എന്താണ്, എവിടുന്ന തുടങ്ങിയ രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് ഇത്രയും ഡിലേ ആവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ കാരണം. ഏത് കമ്മിറ്റിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പാർലമെന്റ് വഴിയാണ് നമ്മൾക്ക് ഈ പ്രീ സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളും അതിൽ എന്തൊക്കെ പ്രൊസീജിയറുകൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്തത്. അതേപോലെ നരേഷ് ചന്ദ്ര കമ്മിറ്റിയും പ്രീ സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സെക്ഷൻ 383C ഓഫ് കമ്പനീസ് ആക്ട് ഓഫ് 2013 ആണ് കമ്പനി സെക്രട്ടറിയുടെ പ്രീ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഏരിയ. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് എന്ത് പറയാം, രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് വഴുകുന്നതിലൂടെയാണ് നമ്മൾ പ്രീ സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത് തന്നെ. അവിടെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആണ് അത് ആദ്യം ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ നരേഷ് ചന്ദ്ര കമ്മിറ്റിയും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കമ്പനീസ് അതോടുകൂടി കമ്പനീസ് ആക്ടിൽ പുതിയൊരു സെക്ഷന്റെ ഇൻട്രൊഡക്ഷൻ നടന്നു. അതാണ് സെക്ഷൻ 383C. ആ 383C-യിലൂടെയാണ് പ്രീ സർട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. നൗ എന്താണ് പ്രീ സർട്ടിഫിക്കേഷൻ എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് പ്രീ സർട്ടിഫിക്കേഷൻ? വായിക്കുക. യെസ്. ROC കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നതിന് പകരം ഒരു പ്രൊഫഷണല് സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം കറക്റ്റ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രീ സർട്ടിഫിക്കേഷൻ എന്ന് പറയാം. എന്താണ്? ROC ഒരു ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യുന്നതിന് പകരം സബ്മിറ്റ് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടി ഒരു പ്രൊഫഷണൽ തന്നെ ആ സർട്ടിഫിക്കറ്റ് ഫുള്ളി കറക്റ്റ് ആണ് എന്ന് അക്നോളജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രീ സർട്ടിഫിക്കേഷൻ എന്ന് പറയാ. എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന്, ഡിലേ അവോയ്ഡ് ചെയ്യാൻ. ഓക്കെ. അതേപോലെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രീ സർട്ടിഫിക്കേഷൻ വന്നത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് ഡിലേ ആവാതിരിക്കാൻ. അപ്പോ ഫസ്റ്റ് കൊണ്ടുവന്ന എന്തിനായിരുന്നു? ഡിലേ ആവാതിരിക്കാനാണെങ്കിൽ രണ്ടാമത് അത് എവിടെ എത്തിച്ചേർന്നു? കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നതിലേക്ക് എത്തിച്ച് ചേർന്നു. നൗ ഒരു ഫോം പ്രീ സർട്ടിഫൈ ചെയ്യുന്നതിലൂടെ രജിസ്ട്രാർക്ക് എന്തെന്ന് ലാഭിക്കാം? അത് വീണ്ടും ഒരു ഡീപ് ചെക്ക് ചെയ്യുന്നതിൽ നിന്നും രജിസ്ട്രാർക്ക് സമയം സേവ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ് പ്രീ സർട്ടിഫിക്കേഷൻ?
അതിനെയാണ് പ്രീ സർട്ടിഫിക്കേഷൻ എന്ന് പറയാ. പ്രീ സർട്ടിഫിക്കേഷൻ എന്തൊക്കെ ഹെൽപ്പാ ചെയ്യുന്നത്? ഒന്ന്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. 2, ROCയുടെ വർക്ക് എളുപ്പമാവും. 3, ഡിലേ ഇല്ലാതിരിക്കും. 4, കറക്റ്റ്നെസ്സും ചെക്ക് ചെയ്യാം. ഈ 4 എണ്ണാണ്, ഈവൻ ദോ ഇവിടെ എങ്ങനെ പറയണെങ്കിലും അതാ 4 എണ്ണാണ് നമ്മളുടെ എന്ത്, നമ്മളുടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന ഉപകാരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയണ ഒതന്റിക്കേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നൗ ഒതന്റിക്കേഷൻ ആരാ ചെയ്യാ? ഒതന്റിക്കേഷൻ ചെയ്യുന്നത് ഡയറക്ടേഴ്സ് ആണ്. ഒരു കമ്പനി, അതായത് അത് ഇതെന്താ മോളിൽ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് ഡയറക്ടർ പറയും. അതിന്റെ കറക്റ്റ്നെസ് ഒരു കമ്പനി സെക്രട്ടറി ചെക്ക് ചെയ്യും. അതിനുശേഷം അത് രജിസ്ട്രാർക്ക് അയക്കും. ഇതാണ് സംഭവം. അപ്പൊ പ്രീ സർട്ടിഫിക്കേഷന് മുമ്പ് എന്ത് പരിപാടി ഇവിടെ ഉണ്ട്? ഒതന്റിക്കേഷൻ ഉണ്ട്. എന്താ ഒതന്റിക്കേഷൻ? എല്ലാ ഇ ഫോമുകളും റൂൾ 1, 2 and 5 എന്താ പറയണത്? എല്ലാ ഇ ഫോമുകളും ആര് ഒതന്റിക്കേറ്റ് ചെയ്യണം? ഓതറൈസ്ഡ് പേഴ്സൺ ഒതന്റിക്കേറ്റ് ചെയ്യണം യൂസിങ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ. ഓക്കെ, നൗ ഏത് ഡോക്യുമെന്റ് ആണ് സൈൻ ചെയ്ത് സ്കാൻ ചെയ്യേണ്ടത്? അതായത് ROCക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സ്കാൻ ചെയ്യേണ്ടത് ഒറിജിനലി സൈൻഡ് ഡോക്യുമെന്റ് ആയിരിക്കണം. അതിന്റെ ഫോട്ടോ കോപ്പി ഒന്നും എടുത്തിട്ട് ROCക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കരുത്. അത് ഏതാ പറയണ? റൂൾ 8 sub clause 6 ആണ്. Then person signing the form should ensure all required documents are attached properly. എല്ലാ ഡോക്യുമെന്റ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടൂ? സൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഒതന്റിക്കേഷൻ എന്താ? പ്രീ സർട്ടിഫിക്കേഷന് മുമ്പ് ഒരു ഓതറൈസ്ഡ് പേഴ്സണല് ഈ ഡോക്യുമെന്റിൽ പറഞ്ഞ ഇൻഫോർമേഷൻ എല്ലാം സത്യമാണ്, ഈ ഡോക്യുമെന്റിനോടൊപ്പം എല്ലാ അറ്റാച്ച്മെന്റ്സും വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തി സൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അതിലെ റൂൾ 125 പറയുന്നു DSC വെച്ച് ഒതന്റിക്കേഷൻ ചെയ്യണം. റൂൾ 86 പറയുന്നു ഒറിജിനൽ ഡോക്യുമെന്റ് വേണം സ്കാൻ ചെയ്യാൻ. റൂൾ 87 പറയുന്നു എല്ലാ ഡോക്യുമെന്റും അറ്റാച്ച് ചെയ്തോ എന്നും നോക്കണം. ഈ 3 കാര്യങ്ങളാണ് ഒതന്റിക്കേഷനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി എന്താണ് ഒരു പ്രീ സർട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ്? ഓക്കെ, ഒന്നെന്താ? അത് കറക്റ്റ്നെസ് എൻഷുർ ചെയ്യും. സെൽഫ് റെഗുലേഷൻ, നമ്മൾ തന്നെ ഒന്ന് ഡീപ് ചെക്ക് ചെയ്യാണ്. ഗുഡ് ഗവേണൻസിന് ഹെൽപ്പ് ചെയ്യും. പ്രിഎംപ്റ്റീവ് സ്റ്റെപ്പാണ്. അതായത് ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് നമ്മൾ തന്നെ അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നതാണ്. എന്തൊക്കെയാണ് അതിൻ്റെത്? ഒന്ന് കറക്റ്റ്നെസ്, സെൽഫ് റെഗുലേഷൻ, ഗുഡ് ഗവേണൻസ്, 4 ഒരു പ്രിഎംപ്റ്റീവ് സ്റ്റെപ്പാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിക്ക് പല ആക്ടുകളിലായിട്ട് ചെയ്യാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മള് 2 മെയിൻ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒന്ന്, എന്താണ് പ്രീ സർട്ടിഫിക്കേഷൻ. 2, എന്താണ് ഒതന്റിക്കേഷൻ. 3, എന്താണ് പ്രീ സർട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി കമ്പനീസ് ആക്ടിലേക്ക് വരുമ്പോ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് കമ്പനി സെക്രട്ടറി ചെയ്യേണ്ടത്? ഇൻകോർപ്പറേഷനെ സംബന്ധിച്ച് INC 20A സൈൻ ചെയ്യണം, INC 22 സർട്ടിഫൈ ചെയ്യണം, INC 28 സർട്ടിഫൈ ചെയ്യണം. നൗ അലോട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം PAS 3 നമ്മൾ ഫയൽ ചെയ്യണം, SH7 നമ്മൾ സർട്ടിഫൈ ചെയ്യണം. ചാർജസിനെ സംബന്ധിച്ചിടത്തോളം CHG 1, CHG 4, CHG 9. ഓക്കെ, സ്പെഷ്യൽ റെസൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റെസൊല്യൂഷൻസിനെ സംബന്ധിച്ചിടത്തോളം MGT 14, അതേപോലെ തന്നെ DTR 6, DTR 12, MR1, MR2, MSc 1, MSc 3, MSc 4. ഓക്കെ, ഇത്രയും സർട്ടിഫിക്കേഷൻസ് ആരാണ് ചെയ്യേണ്ടത്? പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിയാണ് ചെയ്യേണ്ടത്. അതേപോലെ GNL 1, GNL 3, ഓഡിറ്റേഴ്സിനെ സംബന്ധിച്ച് ADT 1, നിധി കമ്മിറ്റി NDH 1, NDH 2, NDH 3, MGT 7, AOC 4, DIR 3 KYC ഡോക്യുമെന്റ് നമ്മൾ ചെയ്യണം. ഇത്രയും സർട്ടിഫിക്കേഷൻസ്, ഇത്രയും ഫോമുകൾ സർട്ടിഫൈ ചെയ്യേണ്ടത് ഏത് ആക്ടിന്റെ കീഴിൽ കമ്പനി സെക്രട്ടറിക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്? കമ്പനീസ് ആക്ട് 2013 കീഴില് അധികാരം കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഈ സെബി LODR പ്രകാരം എന്തിനൊക്കെ റെഗുലേഷൻ ഉണ്ട്? റെഗുലേഷൻ 49 പറയുന്നു ഷെയർ ട്രാൻസ്ഫർ നടക്കുമ്പോൾ അത് സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാ?
കമ്പനി സെക്രട്ടറി. നമ്മൾ കമ്പനീസ് ആക്ട് പഠിച്ചപ്പോൾ ഷെയർ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൽ കമ്പനി സെക്രട്ടറിയുടെ സിഗ്നേച്ചർ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റെഗുലേഷൻ 24A പ്രകാരം സെക്രട്ടേറിയൽ ഓഡിറ്റ് സൈൻ ചെയ്യേണ്ടതാരാ? അതും കമ്പനി സെക്രട്ടറി. അപ്പൊ സെബി LODR പ്രൊവിഷൻസ് പ്രകാരം റെഗുലേഷൻ 49 പറയുന്നു എന്ത്? ഷെയർ ട്രാൻസ്ഫർ സൈൻ ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ റെഗുലേഷൻ 24A പറയുന്നു സെക്രട്ടേറിയൽ ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ അത് സൈൻ ചെയ്യേണ്ടതും ഒരു കമ്പനി സെക്രട്ടറിയാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ കമ്പനീസ് ആക്ട് സംബന്ധിച്ചിടത്തോളം നമുക്ക് എണ്ണമറ്റ സെക്ഷൻസ് ഉണ്ട്. നമുക്ക് ഓർമ്മ വരുന്ന സെക്ഷൻസിലൊക്കെ ഏതാണ്ട് കമ്പനി സെക്രട്ടറി സൈൻ ചെയ്യേണ്ടതാണ്. സെബിയുടെ കേസിൽ വരുമ്പോൾ സെബി LODR റെഗുലേഷൻ പ്രകാരം റെഗുലേഷൻ 49ഉം 21Aയും 24Aയും നമ്മള് കമ്പനി സെക്രട്ടറി വേണം സൈൻ ചെയ്യാൻ. ദെൻ ഡെപ്പോസിറ്ററി റെഗുലേഷൻസ്, സെബിയുടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് റെഗുലേഷൻ 2008 പ്രകാരം റെഗുലേഷൻ 55A റിക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആര് വേണം സൈൻ ചെയ്യാൻ? ഓക്കെ, കമ്പനി സെക്രട്ടറി, പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി. റിക്കൺസീലിയേഷൻ അതായത് എത്ര ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തു എന്നുള്ളതിന്റെ റിക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആര് വേണം സൈൻ ചെയ്യാൻ? കമ്പനി സെക്രട്ടറി വേണം, അല്ലെങ്കിൽ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി വേണം സൈൻ ചെയ്യാൻ. ആസ് പെർ റെഗുലേഷൻ 55A ഓഫ് സെബി ഡെപ്പോസിറ്ററി ആൻഡ് പാർട്ടിസിപ്പൻസ് റെഗുലേഷൻസ് 2018. ഓക്കെ. അതേപോലെ റെഗുലേഷൻ 76 പ്രകാരം റിക്കൺസീലിയേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇത് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണെങ്കിൽ ഇത് ഷെയർ ക്യാപിറ്റലിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും റിക്കൺസീലിയേഷൻ ഓഡിറ്റ് റിപ്പോർട്ടും ആര് വേണം ചെയ്യാൻ? പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി വേണം ചെയ്യാൻ. സോ കമ്പനീസ് ആക്ട് പ്രകാരം നിരവധി ഫോമുകൾ ചെയ്യാനുണ്ട്. സെബി LODR പ്രകാരം നമുക്ക് റെഗുലേഷൻ 49 പ്രകാരവും റെഗുലേഷൻ 24A പ്രകാരവും ഉള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതേപോലെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആക്ട് റെഗുലേഷൻസ് 2018 പ്രകാരം റെഗുലേഷൻ 55A പ്രകാരം ഇഷ്യൂ ഓഫ് ഷെയർസിന്റേതും, അതേപോലെ റെഗുലേഷൻ 76 പ്രകാരം ഷെയർ ക്യാപിറ്റലിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും ചെയ്യേണ്ടത് ആരാണ്? സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാണ്? പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ആണ്. ഓക്കെ. ഇനി LLP ആക്ട് 2008 പ്രകാരം ഫോം 3 LLP എഗ്രിമെന്റുകളും അതിന്റെ ചേഞ്ചുകളും സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാ? പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ആണ്. ഇനി ഫോം 4 പാർട്ണറിൽ വരുന്ന ചേഞ്ച് അത് സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാ? കമ്പനി സെക്രട്ടറി ആണ്. ഇനി ഫോം 11 ആനുവൽ റിട്ടേൺ ഓഫ് LLP ചെയ്യേണ്ടതും ആരാണ്? കമ്പനി സെക്രട്ടറി ആണ്. ആസ് പെർ ഫോം 15 രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും അത് സൈൻ ചെയ്യേണ്ടത് ആരാ? അല്ലെ സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാ? കമ്പനി സെക്രട്ടറി ആണ്. സോ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് പല നിയമങ്ങൾക്ക് അണ്ടറിൽ കമ്പനി സെക്രട്ടറി ചെയ്യേണ്ടത്? കമ്പനീസ് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ADT ഫോമുകളും CHG ഫോമുകളും MGT 7ഉം 14ഉം AOC 4ഉം ഒക്കെ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി വേണം ചെയ്യാൻ. ഇനി അതേപോലെ സെബി LODRലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റെഗുലേഷൻ 49ഉം 24Aയും പറയുന്നുണ്ട് ആ ഷെയർ ട്രാൻസ്ഫറുകളും അതേപോലെ തന്നെ സെക്രട്ടേറിയൽ ഓഡിറ്റും ഒക്കെ സൈൻ ചെയ്യേണ്ടത് ആരാ? കമ്പനി സെക്രട്ടറി ആണ്. ഇനി ഡെപ്പോസിറ്ററീസ് ആക്ട് പാർട്ടിസിപ്പൻസ് റെഗുലേഷൻ 2018 പ്രകാരം റെഗുലേഷൻ 55A പറയുന്നുണ്ട് എന്ത്? ടോട്ടൽ ഇഷ്യൂ ക്യാപിറ്റലിന്റെ റിക്കൺസീലിയേഷൻ സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാ? കമ്പനി സെക്രട്ടറി ആണ്. അതേപോലെ തന്നെ 76 പ്രകാരം ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യേണ്ടതും കമ്പനി സെക്രട്ടറി ആണ്. ഇനി അതിന് പുറമെ എന്താ പറയണേ? LLP ആക്ടിലേക്ക് വരുമ്പോ ഫോം 3 അതായത് LLP എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടത് ആരാ? കമ്പനി സെക്രട്ടറി ആണ്. പാർട്ട്നേഴ്സിൽ വരുന്ന ചേഞ്ച് ഫോം 4 ചെയ്യേണ്ടത് ആരാ? സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാ? കമ്പനി സെക്രട്ടറി ആണ്. ഫോം 11 LLPയുടെ ആനുവൽ റിപ്പോർട്ട് സൈൻ ചെയ്യേണ്ടത് ആരാ? അതും കമ്പനി സെക്രട്ടറി ആണ്. അതേപോലെ ഫോം 15 അഡ്രസ്സോ രജിസ്റ്റേർഡ് ഓഫീസോ ചേഞ്ച് ചെയ്യുമ്പോൾ അതും സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാ? കമ്പനി സെക്രട്ടറി ആണ് എന്ന് പറയാം. അപ്പൊ പ്രധാനമായിട്ടും 4 നിയമങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് കമ്പനീസ് ആക്ട്, സെബി LODR റെഗുലേഷൻസ്, സെബി ഡെപ്പോസിറ്ററി ആൻഡ് പാർട്ടിസിപ്പന്റ് റെഗുലേഷൻ 2018, LLP ആക്ട്. നൗ ഒരു പ്രീ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രൊസീജിയറുകളിലൂടെ കടന്നു പോകണം? ഫസ്റ്റ് ആദ്യം തന്നെ മാനേജ്മെന്റ് നമ്മൾ അപ്പോയിന്റ് ചെയ്യണ്ടേ? അതിനെയാണ് ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയാ. ഈ മാനേജ്മെന്റ് ഇന്ന കമ്പനി സെക്രട്ടറി ഇന്ന വർക്കിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ്. ഓക്കെ. 2, ഈ ഡോക്യുമെന്റുകളുടെ ഒക്കെ ഫിസിക്കൽ ഓർ സ്കാൻഡ് കോപ്പി
നമ്മള് കീപ്പ് ചെയ്യണം. എന്താണ്, എന്തൊക്കെ പ്രൂഫുകൾ വെച്ചിട്ടാണോ നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത് അതിന്റെ ഒക്കെ ഫിസിക്കലോ സ്കാൻഡ് ആയിട്ടുള്ള കോപ്പിയോ നമ്മൾ നമ്മളുടെ കൈവശം വെച്ചിരിക്കണം. ദെൻ എല്ലാ ഡോക്യുമെന്റുകളും ലെജിബിളും വിസിബിളും ആണോ എന്ന് ഉറപ്പുവരുത്തണം. എല്ലാ ഡോക്യുമെന്റുകളും ലെജിബിളും വിസിബിളും ആണോ എന്ന് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഡോക്യുമെന്റ് നമ്മുടെ കമ്പനീസിന്റെ റെക്കോർഡ്സ് നമ്മൾ വെരിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ആ റെക്കോർഡുകളെല്ലാം ഓതറൈസ്ഡ് പേഴ്സൺ സൈൻ ചെയ്തിരിക്കുന്നോ എന്നും നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് ഡയറക്ടർ, നമ്മൾ പറഞ്ഞു ഓതറൈസേഷൻ കഴിഞ്ഞിട്ടേ പ്രീ സർട്ടിഫിക്കേഷൻ നടക്കുള്ളൂ. ഓതറൈസേഷൻ ഡയറക്ടർ ആദ്യം അക്നോളജ് ചെയ്യണം. ആ ഡോക്യുമെന്റിനെയാണ് ആര് സർട്ടിഫൈ ചെയ്യുന്നത്? കമ്പനി സെക്രട്ടറി സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാ? ഫസ്റ്റ്, മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് വാങ്ങണം. 2, റെക്കോർഡുകളും ഡോക്യുമെന്റുകളും കീപ്പ് ചെയ്യണം. 3, അവയെല്ലാം ലെജിബിളും വിസിബിളും ആണോ എന്ന് ഉറപ്പുവരുത്തണം. 4, ഈ ഡോക്യുമെന്റുകളെല്ലാം വെരിഫൈ ചെയ്യണം. 5, ഈ ഡോക്യുമെന്റുകളെ എല്ലാം ഓതറൈസ്ഡ് പേഴ്സൺ ഓതറൈസ് ചെയ്തിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രീ സർട്ടിഫിക്കേഷൻ ചെയ്യാനേ പറ്റൂ. ഓക്കെ. ദെൻ ഈ ഫയലിംഗിൽ വരുന്ന കോമൺ എറേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം പറയണത്. ഓക്കെ. ഈ ഫയൽ ചെയ്യുമ്പോൾ അവിടെ കമ്പനി സെക്രട്ടറീസ് വരുത്തുന്ന കോമൺ എറേഴ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ, DSC രജിസ്റ്റർ ചെയ്യാതിരിക്കുക. DSC ചിലപ്പോൾ എക്സ്പയർ ആയി പോയിട്ടുണ്ടാവും. എടുത്ത് 2 കൊല്ലം കഴിഞ്ഞാൽ അത് എക്സ്പയർ ആവും. അങ്ങനെ എക്സ്പയർ ആയ DSC വെച്ച് സൈൻ ചെയ്യാൻ നോക്കുക. അതായിരിക്കും ഒരു എറർ. 2, പേയ്മെന്റ് ചലാന് ചെയ്യാതിരിക്കുക. നമുക്ക് MCAക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? ഫീസ് ഉണ്ടാവും. ആ ഫീസ് കൊടുക്കാതെ നമ്മൾ ഫയൽ ചെയ്യുക. അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പേയ്മെന്റ് നടത്തുക. സർവർ എറർ കാരണം ഒരു പേയ്മെന്റ് ചിലപ്പോൾ പോകും, പക്ഷെ അത് സക്സസ്ഫുൾ ആവൂല. വീണ്ടും അത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ്. അതാണ് ഡ്യൂപ്ലിക്കേറ്റ് പേയ്മെന്റ്. എക്സസ് സൈസ് ഓഫ് ദ ഫോം, നമ്മളുടെ MCAയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത്ര KB ഇത്ര MBA പാടൂ എന്നുണ്ട്. അതിനേക്കാളും കൂടിയ ഫോമുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഔട്ട്ഡേറ്റഡ് വേർഷൻ, ഫോമുകളുടെ ഔട്ട്ഡേറ്റഡ് വേർഷൻസ് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമ്മള് ഈ ഫയൽ ചെയ്യുമ്പോൾ ചെയ്യാറുള്ള കോമൺ എറേഴ്സ്. ഇതൊന്നല്ല, അതിലും ഇഷ്ടം പോലെ ഉണ്ട്. സോ എന്തൊക്കെയാണ്? 1, DSC രജിസ്റ്റർ ചെയ്യാതിരിക്കുക. 2, ചലാൻ അടയ്ക്കാതെ ഫയൽ ചെയ്യുക. 3, ഡ്യൂപ്ലിക്കേറ്റ് പേയ്മെന്റ് നടത്തുക. 4, എക്സസ് സൈസ് ഫയൽ അപ്ലോഡ് ചെയ്യുക. 5, ഔട്ട്ഡേറ്റഡ് ഫോംസ് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ഫയൽ ചെയ്യുമ്പോൾ കോമൺ ആയിട്ടും ചെയ്യാറുള്ള എറേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മുടെ ഫയൽ ചെയ്യുമ്പോൾ എടുക്കേണ്ടത്? ഒരു കമ്പനി സെക്രട്ടറി അവരുടെ ഫോമുകൾ ഫയൽ ചെയ്യുമ്പോൾ എന്തെല്ലാം മെഷേഴ്സ് വേണം എടുക്കാൻ? അതിലൊന്ന്, ആദ്യം ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇൻസ്ട്രക്ഷൻ കിറ്റ് നോക്കണം. ഒരു മനുഷ്യൻ നോക്കാറില്ല. ഓക്കെ. സോ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് എന്ത് നോക്കണം? ഇൻസ്ട്രക്ഷൻ കിറ്റ് നോക്കണം. അതന്നെ ഉണ്ട് ഇഷ്ടം പോലെ പേജ്. ദെൻ ലേറ്റസ്റ്റ് വേർഷൻ ഇ ഫോം ആണോ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ലേറ്റസ്റ്റ് ഇ ഫോം ആണോ ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. DINും DSCയും മാൻഡേറ്ററി ആണ്. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് ഫയലിങ്ങുകൾ ഒഴിവാക്കണം. അതേപോലെ ഫീസ് പേ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. എന്തൊക്കെയാണ്? 1, ഇൻസ്ട്രക്ഷൻ കിറ്റ് ഫോളോ ചെയ്യണം. പുതിയ വേർഷൻ ആണോ ഉപയോഗിക്കുന്നത് നോക്കണം. 3, DINും DSCയും ഉണ്ടോ എന്നുള്ളത് നോക്കണം. 4, ലാസ്റ്റ് ഡേ ഫയലിങ്ങുകൾ ചെയ്യരുത്. 5, ഫയലിംഗ് ഫീസ് പേ ചെയ്തോ എന്നും നോക്കണം. ഇത്രയും എൻഷുർ ചെയ്താൽ നമുക്ക് ഈ ഫയലിംഗ് നന്നായിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. നോ, ഇതുവരെ നമ്മൾ എന്താ നോക്കിയേ? ഇതുവരെ നമ്മൾ എന്തൊക്കെ ടോപ്പിക് നോക്കി? പ്രീ സർട്ടിഫിക്കേഷൻ. എന്താണ് പ്രീ സർട്ടിഫിക്കേഷൻ? ROCയുടെ നോക്കുന്നതാണ് പ്രീ സർട്ടിഫിക്കേഷൻ. ഓക്കെ. ആ ഓതറൈസേഷൻ എന്താ? പ്രീ സർട്ടിഫിക്കേഷൻ അതിന്റെ ഓതറൈസേഷൻ ആണല്ലോ. DINന്റെ കാര്യം എന്തൊക്കെയാ പറ? ആദ്യം എന്താ ഓതറൈസേഷൻ? കമ്പനിയുടെ ഓതറൈസ്ഡ് പേഴ്സൺ എല്ലാ ഡോക്യുമെന്റുകളും വെരിഫൈ ചെയ്ത് സൈൻ ചെയ്യണം. അതാണ് ഓതറൈസേഷൻ. ഓതറൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം? എന്തൊക്കെ
നമ്മുടെ കള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ റൂൾ 125. പിന്നെ സ്കാൻഡ് ഇമേജ്, ഒറിജിനൽ ഡോക്യുമെന്റിന്റെ സ്കാൻഡ് ഇമേജ് തന്നെ അപ്ലോഡ് ചെയ്യണം. പിന്നെ അറ്റാച്ച്മെന്റ്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ എന്താണ് പ്രീ സർട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ്? പ്രീഎംപ്റ്റീവ് സ്റ്റെപ്പ്. Then കമ്പനീസ് ആക്ടിൽ ഏതൊക്കെ ഫോമുകളാണ് ഉള്ളത്? മീൻസ് 4-5 പറയൂ. ഇനി സെബി LODR ഒന്ന് ഷെയർ ട്രാൻസ്ഫർ, ഒന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. പിന്നെ ഡെപ്പോസിറ്ററി ആൻഡ് പാർട്ടിസിപ്പൻസ് റെഗുലേഷൻ 2018. ഒന്ന് ഇഷ്യൂ ഓഫ് ഷെയർസിന്റെ, ഇഷ്യൂ ഓഫ് ക്യാപിറ്റലിന്റെ റിക്കൺസിലിയേഷൻ. ഒന്ന് ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്. LLP. ഫോം 3, ഫോം 4, ഫോം 5 ആൻഡ് ഫോം 11. പിന്നെ ഒരു പ്രീ സർട്ടിഫിക്കേഷന് മുമ്പ് നമ്മൾ എന്തെല്ലാം ചെയ്തിരിക്കണം? ഒരു ഫയലിംഗ് ചെയ്യുമ്പോൾ കോമൺ എറേഴ്സ് എന്തൊക്കെയാണ്? ഡ്യൂപ്ലിക്കേറ്റ്, ഓവർ സൈസ്, അപ്ഡേറ്റ് അല്ലാത്ത ഫോംസ് യൂസ് ചെയ്യുക. കൺസിഡറേഷൻ എന്താണ്? പുതു ഫോമുകൾ, ഡിന്നും DSC ഉണ്ടോ എന്ന് നോക്കുക. ലാസ്റ്റ് ഡേ ഫയലിംഗ് ഒഴിവാക്കുക, പേയ്മെന്റ് ചെയ്തോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി സർട്ടിഫിക്കേഷൻസ് ചെയ്തതിന്റെ രജിസ്റ്റർ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? രജിസ്റ്റർ ഓഫ് സർട്ടിഫിക്കേഷൻസ് എന്ന് പറയാ. ഓക്കെ, വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ കാണിക്കുക? രജിസ്റ്റർ ഓഫ് സർട്ടിഫിക്കേഷനിൽ കാണിക്കുക. ഏതൊക്കെയാ? ഒന്ന് ആനുവൽ റിട്ടേൺ സൈൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് MGT 7. സർട്ടിഫിക്കേഷൻ ഓഫ് ആനുവൽ റിട്ടേൺ, ദാറ്റ് ഈസ് MGT 8. ഇഷ്യൂ ഓഫ് സെക്രട്ടേറിയൽ ഓഡിറ്റ് MR 3. ഈ ഫോമുകൾ സൈൻ ചെയ്യുന്നത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്, റിക്കൺസീലിയേഷൻ ഓഫ് ക്യാപിറ്റലും മറ്റ് ഫോമുകളും ഒക്കെ എവിടെ പെടും? രജിസ്റ്റർ ഓഫ് സർട്ടിഫിക്കേഷൻ വേണ്ട. അതായത് നമ്മള് നേരത്തെ പഠിച്ച പല ആക്ടുകളുടെ കീഴിലും നമ്മൾ ചെയ്യേണ്ട സർട്ടിഫിക്കേഷൻസ് എല്ലാം ഉൾപ്പെടുന്ന രജിസ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയാ? രജിസ്റ്റർ ഓഫ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയാ. എല്ലാ സൈൻ ചെയ്ത ഡോക്യുമെന്റ്സിന്റെയും രജിസ്റ്റേഴ്സ്. നൗ ആനുവൽ റിട്ടേണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് MGT 7. ആരാണ് സൈൻ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു 1% കമ്പനിയോ സ്മോൾ കമ്പനിയോ ആണെങ്കിൽ എയ്തർ കമ്പനി സെക്രട്ടറിക്ക് സൈൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്ടറിന് സൈൻ ചെയ്യാം. അതർ കമ്പനീസ് ആണെങ്കിൽ കമ്പനി സെക്രട്ടറിയും സൈൻ ചെയ്യണം, ഡയറക്ടറും സൈൻ ചെയ്യണം. ഓക്കെ, ഇനി ഇത് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാ നോക്കേണ്ടത്? റിട്ടേൺസിലെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ കൊടുത്തിട്ടുള്ളത്? കറക്റ്റ് ഫാക്ട്സ് ആണോ അതിലുള്ളത്? അതേപോലെ തന്നെ എല്ലാ പ്രൊവിഷൻസും അവർ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, നൗ എന്താ പറയണത്?
യെസ്. ഏതുവരെ എടുത്തു? സോ നമ്മൾ പറഞ്ഞ എന്താ, ഒരു ഒ പി സിക്കോ സ്മോൾ കമ്പനിക്കോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആര് ചെയ്യണം? ഒന്നെങ്കിൽ CSO ഡയറക്ടറോ ചെയ്യണം, അല്ലെങ്കിൽ ബാക്കി കമ്പനികൾക്കോ CS-ഉം ഡയറക്ടറും രണ്ടുപേരും അത് സൈൻ ചെയ്യണം. അതേപോലെ തന്നെ സൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാ നോക്കണ്ടേ? കറക്റ്റ് ഫാക്ട്സ് ആണോ അതിലുള്ളത് നോക്കണം, എല്ലാ പ്രൊവിഷൻസും അപ്ലൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കണം. അഡീഷണൽ ചെക്ക് എന്താ? ആർക്കുള്ള? പ്രൈവറ്റ് കമ്പനി ആണ് എന്നുണ്ടെങ്കിലുള്ള അഡീഷണൽ ചെക്ക് എന്താ? പബ്ലിക് ഇഷ്യൂ ഒന്നും നടത്തിയിട്ടില്ലല്ലോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ടില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ മെമ്പേഴ്സിന്റെ എണ്ണം 200 എന്ന അപ്പർ ലിമിറ്റിന് മുകളിലേക്ക് പോയിട്ടില്ലല്ലോ എന്നുള്ളതും ഉറപ്പ് വരുത്തേണ്ടതാണ്. ക്ലിയർ ആണോ? യെസ്. ഇനി MGT നോട്ട് 8ന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ആർക്കൊക്കെ അത് അപ്ലിക്കബിള്? ഫോർ ലിസ്റ്റഡ് company having paid up capital more than 10 crore or turnover more than 50 crore അല്ലേ? എന്താണ് MGT നോട്ട് 8 ആർക്കാണ് അപ്ലിക്കബിള്? എല്ലാ ലിസ്റ്റഡ് കമ്പനിക്കും. അല്ല, മറ്റു കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിക്ക് മുകളിലോ ടേൺ ഓവർ 50 കോടിക്ക് മുകളിലോ ആണെങ്കിൽ അവര് MGT നോട്ട് 8 ഫയൽ ചെയ്യണം. അത് ആര് സർട്ടിഫൈ ചെയ്യണം? ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി സർട്ടിഫൈയും വേണം. ഇനി അവരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ നോക്കേണ്ടത്? സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. എന്താ സ്റ്റാറ്റസ്? ഈ ടേൺ ഓവർ ലിമിറ്റ് ഒക്കെ അവർക്ക് അപ്ലിക്കബിൾ ആണോ, അത് വന്നിട്ടുണ്ടോ, ഒരു ലിസ്റ്റഡ് ആണോ എന്നുള്ളതൊക്കെ നോക്കേണ്ട ആരുടെ ഉത്തരവാദിത്ത? കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്ത. 2, അവർ പ്രോപ്പർ ആയിട്ടുള്ള രജിസ്റ്റേഴ്സും റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അവരുടെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ സെക്ഷൻ 188ഉം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 18ഉം പ്രകാരമുള്ള റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അവര് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, അവർക്ക് ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ ഉണ്ടോ, അതർ ദാൻ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ ഉണ്ടോ, അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അതേപോലെ തന്നെ അവര് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ, 30 ദിവസത്തിനുള്ളിൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടോ, കൊടുത്തത് ക്യാഷ് ആയിട്ടാണോ എങ്ങനെയായിട്ടാണോ കൊടുത്തിട്ടുള്ളത്, ബോണസ് ഷെയർ ആയിട്ടൊന്നും ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. അതേപോലത്തെ സെക്ഷൻ 125ഉം 126ഉം ഒക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നോക്കണം. അതേപോലെ തന്നെ ബൈബാക്കിന്റെ പ്രോവിഷൻസ് അവർ ബൈബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 68 കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതേപോലെ രജിസ്റ്റേഴ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. എന്തിനാ? ഡിവിഡൻഡ് പേ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? രജിസ്റ്റേഴ്സ് ക്ലോസ് ചെയ്യും. ആ രജിസ്റ്റേഴ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോ ഒരു ലിസ്റ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ MGT 8 കംപ്ലൈ ചെയ്യുന്ന കമ്പനികളുടെ കേസ് വരുമ്പോൾ എന്തൊക്കെയാ ചെക്ക് ചെയ്യേണ്ടത്? ഒന്ന്, അവരുടെ സ്റ്റാറ്റസ്, രജിസ്റ്റേഴ്സും റെക്കോർഡ്സും ഉണ്ടോ, ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടോ, അതിന്റെ കംപ്ലയൻസ് ചെയ്തിട്ടുണ്ടോ, ബൈബാക്ക് ചെയ്തിട്ടുണ്ടോ, അതിന്റെ സെക്ഷൻ 68 കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടോ എങ്കിൽ 188 കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ നമ്മളുടെ രജിസ്റ്റേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം MGT നോട്ട് 8ന്റെ കാര്യത്തില് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ചെക്ക് ചെയ്തിരിക്കണം. അപ്പൊ MGT നോട്ട് 7ന്റെ കേസിൽ എന്തൊക്കെയാ പറഞ്ഞത് ചെക്കിങ്? MGT നോട്ട് 7ന്റെ കേസിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ്, ഒരു 1% കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ എന്തൊക്കെയാ പറയണത്? പർട്ടിക്കുലർ ചെക്കുകൾ എന്തൊക്കെയാ നടത്തേണ്ടത്? ഫാക്ടുകൾ കറക്റ്റ് ആണോ, ലോസ് എല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 200 മെമ്പേഴ്സിൽ കൂടുതൽ ആളുണ്ടോ, പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. MGT നോട്ട് 8 ആണ് എന്നുണ്ടെങ്കിൽ അത് ആർക്ക് അപ്ലിക്കബിള്? ലിസ്റ്റഡ് കമ്പനിക്കും അതർ കമ്പനീസ് ഹാവിംഗ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മോർ ദാൻ 10 crore ടേൺ ഓവർ മോർ ദാൻ 50 crore ആണ് അപ്ലിക്കബിള്. അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, ബൈബാക്കിന്റെ പ്രൊവിഷൻസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, ഡിവിഡൻഡിന്റെ പ്രൊവിഷൻസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷന്റെ കാര്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട്, റെക്കോർഡ്സും രജിസ്റ്റേഴ്സും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, രജിസ്റ്ററുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി എന്താണ് ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിനെ സംബന്ധിച്ച് പ്രീ സർട്ടിഫിക്കേഷനിലുള്ള സ്കോപ്പ്? ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി നമ്മളുടെ ഇതിലുള്ളതാണ്. ഓക്കെ,
നമ്മൾ ഓൾറെഡി പറഞ്ഞതുമാണ്. ഡോക്യുമെന്റ് വെരിഫൈഡ് ബിഫോർ സർട്ടിഫിക്കേഷൻ ഓഫ് ആനുവൽ റിട്ടേൺ ബൈ PCS. എന്താണ്? സർട്ടിഫിക്കേഷൻ സൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം ഡോക്യുമെന്റ്സ് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, എന്തൊക്കെയാ ചെക്ക് ചെയ്യേണ്ടത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ROCക്ക് കൊടുത്ത ഫോമുകൾ ചെക്ക് ചെയ്തിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ്, ഏതൊക്കെയാ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ്? ഇതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ്. ഈ രജിസ്റ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്തിരിക്കണം. ഏതൊക്കെയാണ്? അലോട്ട്മെന്റ് ഓഫ് ഷെയർസിന്റെ PAS 5, MGT1 രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, രജിസ്ട്രേഷൻ ഓഫ് ഡയറക്ടേഴ്സ്, രജിസ്ട്രേഷൻ ഓഫ് രജിസ്റ്റർ ആണ്, രജിസ്ട്രേഷൻ അല്ല. ഓക്കെ, രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്, രജിസ്റ്റർ ഓഫ് കീ മാനേജറിയൽ പേഴ്സൺ, രജിസ്റ്റർ ഓഫ് റിലേറ്റഡ് പാർട്ടി കോൺട്രാക്ട്സ്, രജിസ്റ്റർ ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇത്രയുമാണ് സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ്. ഈ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സും ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, രജിസ്റ്റർ ഓഫ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്, കീ മാനേജറിയൽ പേഴ്സൺസ്, രജിസ്റ്റർ ഓഫ് റിലേറ്റഡ് പാർട്ടി കോൺട്രാക്ട്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഈ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്ററുകളെല്ലാം ചെക്ക് ചെയ്തിരിക്കണം. മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ചെക്ക് ചെയ്തിരിക്കണം. നോട്ടീസ് ഓഫ് ദ മീറ്റിംഗും അജണ്ട ഓഫ് ദ മീറ്റിംഗും ചെക്ക് ചെയ്തിരിക്കണം. അറ്റൻഡൻസ് രജിസ്റ്ററും ഷെയർ ഹോൾഡിംഗ് പാറ്റേണും ലിസ്റ്റ് ഓഫ് പ്രൊമോട്ടേഴ്സും ചെക്ക് ചെയ്തിരിക്കണം. അപ്പൊ എന്തൊക്കെയാ ചെക്ക് ചെയ്യേണ്ടത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ചെക്ക് ചെയ്തിരിക്കണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചെക്ക് ചെയ്തിരിക്കണം, ROCക്ക് ഫയൽ ചെയ്ത ഫോമുകൾ ചെക്ക് ചെയ്തിരിക്കണം, PAS 5 അലോട്ട്മെന്റിന്റെ രജിസ്റ്റർ, ഡിബെഞ്ചർ ഹോൾഡറുകളുടെ രജിസ്റ്റർ, ഡയറക്ടേഴ്സിന്റെ രജിസ്റ്റർ, കീ മാനേജറിയൽ പേഴ്സൺസിന്റെ രജിസ്റ്റർ, കോൺട്രാക്ട്സിന്റെ രജിസ്റ്റർ, അതേപോലെ തന്നെ ലോൺസും അഡ്വാൻസസിന്റെയും രജിസ്റ്ററുകൾ ചെക്ക് ചെയ്തിരിക്കണം. ലിസ്റ്റ് ഓഫ് പ്രൊമോട്ടേഴ്സ്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ്, മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്, നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്, അജണ്ട ഓഫ് ദ മീറ്റിംഗ്, അറ്റൻഡൻസ് രജിസ്റ്റർ തുടങ്ങിയതെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. എന്തൊക്കെയാ ചെക്ക് ചെയ്യേണ്ടേ? ഫസ്റ്റ് നോക്കുക, ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്തിനെ കുറിച്ചിട്ടാ? സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് ആണ് ഡീൽ ചെയ്യേണ്ടത്. അതിനുശേഷം മീറ്റിംഗിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. മീറ്റിംഗിൽ എന്തൊക്കെയുള്ള? നോട്ടീസ് കൊടുക്കും, അജണ്ട ഉണ്ടാവും, അതില് അറ്റൻഡൻസ് നോക്കും, മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഇത്രയും നമ്മൾ മീറ്റിംഗിനെ സംബന്ധിച്ചിട്ടുള്ള ബ്ലോക്കാണ്. അതിനുശേഷം നമ്മൾ എന്താ നോക്കണ്ടേ? നമ്മളുടെ കമ്പനിയുടെ മെയിൻ സാധനങ്ങൾ MOAയും AOയും വരുന്നുണ്ട്, ROCക്ക് ഫയൽ ചെയ്ത ഫോമുകൾ വരുന്നുണ്ട്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വരുന്നുണ്ട്, പ്രൊമോട്ടേഴ്സ് ആരാ എന്നുള്ളതും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടലി ഒന്ന് പറഞ്ഞ എന്തൊക്കെയാ ഉള്ളത്? എന്തൊക്കെയാണ് ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി പ്രീ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് നോക്കേണ്ട കാര്യങ്ങൾ? MOA AOA. MOA AOA ഫോംസ് ഫയൽ ചെയ്തത്. സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് ഫസ്റ്റ് രജിസ്റ്റർ ഓഫ് അലോട്ട്മെന്റ്, പിന്നെ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, പിന്നെ രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്, രജിസ്റ്റർ ഓഫ് കീ മാനേജറിയൽ പേഴ്സൺസ്, രജിസ്റ്റർ ഓഫ് കോൺട്രാക്ട്സ് ആൻഡ് അറേഞ്ച്മെന്റ്സ്, രജിസ്റ്റർ ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. Okay, then notice of the meeting, agenda of the meeting, attendance register, minutes of the meeting. പിന്നെ shareholding pattern, list of promoters. Clear ആണോ? Now annual return എപ്പോഴാ ഫയൽ ചെയ്യേണ്ടത്? എല്ലാവർക്കും അറിയാം. AGM നടത്തിയ ദിവസമോ നടത്തിയതിനു ശേഷം, അതായത് നടത്തേണ്ടതായിട്ടുള്ള ദിവസമോ അതിൽ നിന്ന് 60 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. നൗ ഇതൊക്കെ നമ്മള് മറ്റേൽ തന്നെ പഠിച്ചതാ. ഓക്കെ, യെസ്. ഇൻ കേസ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, പെനാൽറ്റി, ഡയറക്ടറിനുള്ള പെനാൽറ്റി എത്രയാ? 10,000 rupees ആണ്. കണ്ടിന്യൂയിങ് ഡിഫോൾട്ടിന് 100 ദിവസമാണ് ഒരു ദിവസം, പെർ ഡേ. അത് മാക്സിമം എത്രയാവാം? മാക്സിമം എത്രയാവാം? കമ്പനിക്ക് 2 lakh rupees വരെ ഫൈന് വരാം. ഓഫീസർ ഇൻ ഡിഫോൾട്ടിന് 50K വരെയും ഫൈന് വരാവുന്നത് ആണ്. സോ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്താ പെനാലിറ്റി?
10,000 rupees കണ്ടിന്യൂയിങ് ഡിഫോൾട്ട് ആണെങ്കിൽ 100 rupees, മാക്സിമം എത്ര ആവാം 50,000 rupees ആവാം ഡയറക്ടേഴ്സിന്, കമ്പനിക്കാണെങ്കിൽ 2 lakh rupees ആവാം. ഇതിന് പുറമെ ഡയറക്ടേഴ്സിന് ഡിസ്ക്വാളിഫിക്കേഷനും നേരിടും. ഓക്കെ, ക്ലിയർ ആണോ? ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ എന്താ? എത്ര വർഷമാ? 5 വർഷം നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഡയറക്ടേഴ്സ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് അയാൾക്ക് ഡയറക്ടേഴ്സ് എന്ന നിലയിൽ പൊസിഷനിൽ ഇരിക്കുന്നതിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണ്. ദെൻ മിസ്സ്റ്റേറ്റ്മെന്റ് വരിക. ആനുവൽ റിട്ടേണിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലുള്ള പെനാലിറ്റി എന്താ? ഇംപ്രിസൺമെന്റ് 6 മാസം മുതൽ 10 വർഷം വരെ ഇംപ്രിസൺമെന്റ് വരാം. ഫൈന് അതിലുള്ള എമൗണ്ട് ഇൻവോൾവോ 3 times ദ എമൗണ്ട് വരെയും വരാം. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ആനുവൽ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഡയറക്ടർക്ക് എന്തൊക്കെ ഫൈനാണ് വരിക? 10,000 രൂപ, 100 rupees പെർ ഡേ ഫോർ ഡിലേഡ് ഡിഫോൾട്ട്, മാക്സിമം 50,000. കമ്പനിക്ക് 1 time ഡിഫോൾട്ട് 2 lakh rupees. ഡയറക്ടർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ if not filed for continuous 3 years, 5 വർഷത്തേക്ക് ഡിസ്ക്വാളിഫൈഡ്. ഓക്കെ, ദെൻ മിസ്സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിലോ ഡയറക്ടർക്ക് ഇംപ്രിസൺമെന്റ് വരും 6 months to 10 years. ഫൈൻ എത്രയാ വരിക? എമൗണ്ട് ഇൻവോൾവ് ഓർ 3 times ദ എമൗണ്ട് ഇൻവോൾവ് മാക്സിമം. ദെൻ കമ്പനി പറ. സെക്ഷൻ 92 ഫോർ പ്രിസീഡിംഗ് 5 years. എന്തത് നമ്മൾ പറയുന്നത്? ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ 5 വർഷത്തേക്ക് ഫയൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. കഴിഞ്ഞ 5 വർഷം എന്താ സംഭവിക്കുക? വൈൻഡിങ് അപ്പിന് ഉത്തരവിടും. അത് അങ്ങനെയുള്ള സാധനം. ഓക്കെ, ഇനി ആനുവൽ റിട്ടേൺ ലാസ്റ്റ് 2 വർഷമാണ് ഫയൽ ചെയ്യാത്തതെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റാറ്റസ് കിട്ടും. ഓക്കെ, എന്താ വ്യത്യാസം പറ? ഡോർമെന്റും ഇനാക്റ്റീവും തമ്മിൽ എന്താ വ്യത്യാസം? 2 കൊല്ലം ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇനാക്റ്റീവ് ആവും. ഇനാക്റ്റീവ് ചെയ്ത കമ്പനിക്ക് വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവരെ ഡോർമെന്റ് സ്റ്റാറ്റസ് ആക്കാം. ഓക്കെ, യെസ്. റോങ് സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ ധാരാ റോങ്ലി സർട്ടിഫൈ ചെയ്യുന്ന ഫയൽ ചെയ്യുന്നത് ആനുവൽ റിട്ടേൺ ആണ്, സർട്ടിഫൈ ചെയ്യുന്നത് ആരാ? CS ആണ്. അപ്പൊ CS-ന്റെ ലയബിലിറ്റി എന്താ? ഇത് കൃത്യമായി അറിയാം. സെക്ഷൻ 447, 448 and 449 ഓഫ് കമ്പനീസ് ആക്ട് എന്താണ്? സിവിൽ ആൻഡ് ക്രിമിനൽ പെനാലിറ്റി ആണ്. ഓക്കെ, എത്രയാ പെനാൽറ്റി? 2 lakh ആണ് പെനാൽറ്റി. അതിന്റെ പുറത്തേക്ക് ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ റോങ് സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പെനാൽറ്റി എന്താ? ഇത് ഫയൽ ചെയ്യാത്തതല്ല പ്രശ്നം. ഫയൽ ചെയ്ത സാധനത്തിൽ മിസ്റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്താണ് ഈ പ്രശ്നം വരിക. അപ്പൊ എത്ര പെനാൽറ്റി? 2 lakh rupees. ആൻഡ് ഓൾസോ നമ്മളെ ഡിസിപ്ലിനറി ആക്ഷൻ കമ്പനി സെക്രട്ടറി ICSIയുടെ വഴി ഡിസിപ്ലിനറി ആക്ഷൻസും ഉണ്ടാവും അതില്. ഓക്കെ, സോ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ പെനാലിറ്റീസ് ആണ്, ആർക്കൊക്കെയാ വരിക? അത് നോക്കാതെ പറയാം. ഡയറക്ടർ ആണ് നിന്ന് ഫസ്റ്റ് ഡയറക്ടർ. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓക്കെ, പിന്നെ മിസ്സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ഇംപ്രിസൺമെന്റ് 6 months to 10 years. പെനാൽറ്റി മിനിമം എമൗണ്ട് ഇൻവോൾവ്, മാക്സിമം 3 times എമൗണ്ട് ഇൻവോൾവ്. അടുത്തത് കമ്പനിക്ക് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? 5 കൊല്ലം ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ വൈൻഡിങ് അപ്പ്, 2 കൊല്ലം കണ്ടിന്യൂസ് ആയി ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇനാക്റ്റീവ് കമ്പനി. അത് വേണമെങ്കിൽ അപ്ലിക്കേഷൻ ചെയ്ത് ഡോർമെന്റ് സ്റ്റാറ്റസ് ആക്കാം. ഇനി കമ്പനി സെക്രട്ടറിയുടെ ലയബിലിറ്റി
പിന്നെ 2 lakh പെനാലിറ്റി, ഡിസിപ്ലിനറി ആക്ഷൻ. ഇനി ഡീറ്റെയിൽഡ് സ്ക്രൂട്ടനി ഓഫ് ആനുവൽ റിട്ടേൺ. എപ്പോഴാണ് ആനുവൽ റിട്ടേണിന്റെ ഡീറ്റെയിൽ സ്ക്രൂട്ടനി നടത്തേണ്ടത് ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി? പരിശോധന. Practicing company has to verify document properly to certify annual return. It is impossible to check all the document, so practicing company secretary uses certain techniques for sample checking. അതായത് ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ മൊത്തം കാര്യങ്ങളും ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഒരു കമ്പനി സെക്രട്ടറിക്ക് ഇമ്പോസിബിൾ ആണ്. കാരണം ഒരു മാസമൊക്കെ ഉണ്ടാവുള്ളൂ ആ സർട്ടിഫിക്കേഷൻ ചെയ്യാൻ. ഒരു മാസം കൊണ്ട് ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ ഒരിക്കലും കമ്പനി സെക്രട്ടറിക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സാമ്പിൾ ചെക്കിംഗ്. ഓക്കെ, ഇനി എന്താണ് ഈ സാമ്പിൾ ചെക്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഗൈഡ് ലൈനുകൾ വേണം എടുക്കാൻ? ഒന്ന്, കൃത്യമായി ആ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇന്റേണൽ കൺട്രോള്? ഓരോ കമ്പനിക്കും ഓരോ SOP ഉണ്ടാവും. ഇന്ന ആൾ ഇന്നത് ചെയ്യുക, ഇത് കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് പോവുക, അടുത്ത ആളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോവുക, എന്നിട്ട് പേയ്മെന്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും. 5000-ന് മുകളിൽ ട്രാൻസാക്ഷൻ വരികയാണെങ്കിൽ മാനേജറുടെ പെർമിഷൻ വേണം അത് ചെലവാക്കാൻ. അങ്ങനെ കുറെ ഇന്റേണൽ കൺട്രോൾസ് ഉണ്ടാവും. ആ ഇന്റേണൽ കൺട്രോൾസിനെ കുറിച്ചിട്ട് ആർക്ക് അറിഞ്ഞിരിക്കണം? കമ്പനി സെക്രട്ടറിക്ക് അറിഞ്ഞിരിക്കണം. മെറ്റീരിയാലിറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്താ മെറ്റീരിയാലിറ്റി? കമ്പനി സെക്രട്ടറി ചെക്ക് ചെയ്യേണ്ടത് അവിടെ 50 പൈസ പോയോ, 1 രൂപ പോയോ, 10 രൂപ പോയോ എന്നല്ല, വലിയ രീതിയിൽ കമ്പനീനെ ബാധിക്കുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷനോ മറ്റു കാര്യങ്ങളോ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതാണ് മെറ്റീരിയാലിറ്റിനെ കുറിച്ച് പറയുന്നത്. 1000 കോടി വലിപ്പമുള്ള ഒരു കമ്പനിക്ക് 5000 രൂപയുടെ എവിടെയെങ്കിലും ഒരു പിഴവോ മറ്റോ കാര്യമോ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അവര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വലിയ വലിയ എറേഴ്സിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ റിസ്ക് അസസ്മെന്റ്. എന്താ റിസ്ക് അസസ്മെന്റ്? പറ, എന്താ റിസ്ക് അസസ്മെന്റ്? പറ, പഠിച്ചതാ കംപ്ലയൻസ് ഫ്രെയിംവർക്കിൽ റിസ്ക് അസസ്മെന്റ്. റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻഹറന്റ് റിസ്ക് ആണ് റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. റിസ്ക് അസസ്മെന്റില് റേറ്റിംഗുകൾ ഉണ്ട്. എന്തൊക്കെയാണ് റേറ്റിംഗ്? ലോ, മീഡിയം, ഹൈ, ക്രിട്ടിക്കൽ. പിന്നെ റിസ്ക് അസസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഇമ്പാക്ട് കമ്പനിക്ക് വരും? ലീഗൽ ഇഫക്റ്റ്, ഫൈനാൻഷ്യൽ ഇഫക്റ്റ്, ബിസിനസ് ഇഫക്റ്റ്, റെപ്യൂട്ടേഷൻ ഇഫക്റ്റ്. ഓക്കെ. When material facts are concealed in annual return, then practicing company secretary may certify it with reservations, qualifications or adverse remark. എന്താണ്? കമ്പനി മനഃപൂർവ്വമായി എന്തെങ്കിലും എറേഴ്സ് കൺസീൽ ചെയ്യുക, മറച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി കണ്ടെത്തിയാൽ എന്ത് റിമാർക്സാണ് കൊടുക്കേണ്ടത്? ക്വാളിഫൈഡ് റിമാർക്സോ അല്ലെങ്കിൽ അഡ്വേഴ്സ് റിമാർക്കോ ആണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഓഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്ന് പറയുന്നത് അൺക്വാളിഫൈഡും ചീത്തത് എന്ന് പറയുന്നത് ക്വാളിഫൈഡും ആണ്. അപ്പൊ ചീത്ത റിമാർക്കുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ റിമാർക്കോ അഡ്വേഴ്സ് റിമാർക്കോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ എന്താ സ്ക്രൂട്ടനിനെ കുറിച്ച് പറയണേ? സ്ക്രൂട്ടനി പറയുന്നു ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ എൻറ്റയർ ട്രാൻസാക്ഷൻ നോക്കി സർട്ടിഫൈ ചെയ്യാൻ ഒരിക്കലും ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിക്ക് കഴിയില്ല. ആ ടൈമുകളിൽ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ആ സാമ്പിളിംഗ് നോക്കുന്നതിന് മുമ്പ് ഒരു കമ്പനി സെക്രട്ടറിക്ക് ആ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസും മെറ്റീരിയാലിറ്റിയും റിസ്ക് അസസ്മെന്റിനെ കുറിച്ചും കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. അങ്ങനെ നടത്തുന്ന ഒരു സാമ്പിളിംഗില് കമ്പനി എന്തെങ്കിലും എറേഴ്സോ മിസ്റ്റേറ്റ്മെന്റുകളോ കൺസീൽ ചെയ്തതായി കണ്ടെത്തുകയാണെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ത് റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത്? അഡ്വേഴ്സോ ക്വാളിഫൈഡ് റിപ്പോർട്ടോ ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് സർട്ടിഫിക്കേഷൻ? വായിക്കുക. ഓർ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി പിന്നെ
ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നല്ലതാണെങ്കിൽ അതിന് അൺക്വാളിഫൈഡ് എന്ന് പറയും, ചീത്തതാണെങ്കിൽ അതിനെ ക്വാളിഫൈഡ് എന്ന് പറയും. ഓക്കെ, എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് സർട്ടിഫിക്കേഷൻ? എന്താ കോർപ്പറേറ്റ് ഗവർണൻസ്? കോർപ്പറേറ്റ് ഗവർണൻസ് കമ്പനിയിൽ കുറെ ഇന്റേണൽ ലോസും ഔട്ട്സൈഡ് ലോസും ഉണ്ടാവും. ആ ലോസ് എല്ലാം കംപ്ലൈ ചെയ്തിട്ട് ആണോ മുന്നോട്ട് പോകുന്നത് സർട്ടിഫൈ ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഓക്കെ, ആ കോർപ്പറേറ്റ് ഗവർണൻസ് ആരാ സർട്ടിഫൈ ചെയ്യേണ്ടത്? ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ ആണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഇനി അത് ഏത് റിപ്പോർട്ടിന്റെ ഒപ്പമാണ് അനക്സ് ചെയ്യേണ്ടത്? ഡയറക്ടേഴ്സ് റിപ്പോർട്ടിന്റെ ഒപ്പമാണ് അനക്സ് ചെയ്യേണ്ടത്. അപ്പൊ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ഏതാ സെക്ഷൻ 134. ഓക്കെ, ഇനി കോർപ്പറേറ്റ് ഗവർണൻസിന് പല റിപ്പോർട്ടുകൾ ഉണ്ട്, അനക്ഷറുകൾ ഉണ്ട്. ഏതൊക്കെയാ അനക്ഷേഴ്സ്? അനക്ഷേഴ്സ് 1 എന്ന് പറയുന്നത് ക്വാർട്ടർലി ബേസിസിൽ കൊടുക്കുന്ന ഒരു അനക്ഷർ ആണ്. അനക്ഷർ 2 ഫൈനാൻഷ്യൽ ഇയർ എൻഡിൽ കൊടുക്കുന്നതാണ്. അനക്ഷർ 3 ഒരു ഇയർ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. അനക്ഷർ 4 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇയർലി ബേസിസിൽ. അപ്പോ അനക്ഷർ 1 ക്വാർട്ടർലി ബേസിസിൽ, അനക്ഷർ 4 ഹാഫ് ഇയർലി ബേസിസിൽ, അനക്ഷർ 2 ഇയർ ബേസിസിൽ, അനക്ഷർ 3 ഇയറും കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ 4 അനക്ഷേഴ്സ് ആണുള്ളത്. ഈ കോർപ്പറേറ്റ് ഗവർണൻസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം ഡോക്യുമെന്റ്സും കമ്പനിയുടെ രജിസ്റ്റേഴ്സും ബുക്സും ഒക്കെ വെരിഫൈ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ കമ്പനിയുടെ പ്രീവിയസ് ഓഡിറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഈ ആരാണോ കോർപ്പറേറ്റ് ഗവർണൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അയാൾ എവിടെ കൂടെ വരണം? AGM-ൽ വന്നിട്ട് ആൾക്കാർക്കുള്ള ഡൗട്ട് കൂടെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സർട്ടിഫയർ എന്ന് പറയാൻ കാരണം സർട്ടിഫയർ either ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം അല്ലെങ്കിൽ പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി ആവാം. അതുകൊണ്ടാണ് അവർ സർട്ടിഫയർ എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കുന്നത്. ആരാണോ സർട്ടിഫൈ ചെയ്തത് അവരെവിടെ കൂടെ ഉണ്ടാവണം? ആനുവൽ ജനറൽ മീറ്റിംഗിൽ കൂടെ ഉണ്ടാവണം, അവിടെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി കമ്പനി എന്തെങ്കിലും നോൺ കംപ്ലയൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്ത് റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത്? ക്വാളിഫൈഡ് റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അല്ല, എല്ലാതും കംപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? കോർപ്പറേറ്റ് ഗവർണൻസ് സർട്ടിഫിക്കേഷൻ ക്ലിയർ ആണോ? അപ്പൊ എന്താ കോർപ്പറേറ്റ് ഗവർണൻസ് സർട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞത്? പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി ആണ്. ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ കൊടുക്കണം. അത് AGM-ൽ പ്രസന്റ് ചെയ്യണം. AGM-ൽ അത് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് കമ്പനി സെക്രട്ടറി ആണ്. അനക്ഷറുകൾ 4 എണ്ണമാണ് കോർപ്പറേറ്റ് ഗവർണൻസ് സർട്ടിഫിക്കറ്റിനുള്ളത്. അനക്ഷർ 1 പറയുന്നത് ക്വാർട്ടർലി ബേസിസിലുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. അനക്ഷർ 4 പറയുന്നത് ഹാഫ് ഇയർലി ബേസിസിലുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. അനക്ഷർ 2 പറയുന്നത് ഇയർ എൻഡിലുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. അനക്ഷർ 3 പറയുന്നത് ഇയറും കഴിഞ്ഞ് ഒരു ഹാഫ് ഇയറും കഴിഞ്ഞിട്ടുള്ള കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ചിട്ടാണ്. ക്ലിയർ ആണോ? പിന്നെ അതേപോലെ എന്ത് പറയുന്നുണ്ട്? ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയുടെ ബുക്കുകളും രജിസ്റ്ററുകളും ഒക്കെ വെരിഫൈ ചെയ്യണം. പ്രീവിയസ് ഓഡിറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ AGM-ൽ ഇത് ക്ലാരിഫൈ ചെയ്യുക കൂടെ വേണം. ഇനി കോർപ്പറേറ്റ് ഗവർണൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ മോശമായിട്ടുള്ള ഒപ്പീനിയൻ ആണെങ്കിൽ നമ്മൾ അൺക്വാളിഫൈഡ് ഒപ്പീനിയനും, അല്ലെങ്കിൽ നല്ല പ്രോപ്പർ ആയിട്ട് കംപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺക്വാളിഫൈഡ് ഒപ്പീനിയനുമാണ് കൊടുക്കുക. ദെൻ ഫാൾസ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താലുള്ള പെനാൽറ്റി എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആർക്കാ പെനാൽറ്റി വരിക? യെസ്, നോ. സെക്ഷൻ 448 പറയുന്നു, if make a false statement in any document or record etc liable under section 447. അതായത് എന്താണ്? അവിടെ ക്രിമിനൽ ആൻഡ് സിവിൽ പെനാൽറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ പറയണേ? എന്തെങ്കിലും ഇവിടെ നോക്കുക, എന്തെങ്കിലും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഡോക്യുമെന്റിൽ കൊടുക്കുക. ഇത് ആർക്കുള്ളതാ? ഇത് കമ്പനിക്കുള്ളതാണ്, അല്ലാതെ കമ്പനി സെക്രട്ടറിക്ക് ഉള്ളതല്ല. എങ്ങനെയാ? എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എവിടെ കൊടുക്കുക? ഡോക്യുമെന്റുകളിലൊക്കെ കൊടുക്കുന്നതിനുള്ള പെനാലിറ്റി ആണ് സിവിൽ ആൻഡ് ക്രിമിനൽ പെനാലിറ്റി. ഇനി ഫോൾസ് എവിഡൻസ് ആണ് കൊടുക്കുന്നതെങ്കിലോ 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള ഇംപ്രിസൺമെന്റ്. ഒന്ന് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, 2 ഫോൾസ് എവിഡൻസ് ആണ്. കമ്പനി സെക്രട്ടറി ചോദിക്കുന്നു എനിക്ക് ഇതിന്റെ പ്രൂഫ് കാണണം. അപ്പോ ഫോൾസ് ആയിട്ടുള്ള പ്രൂഫ് കൊടുക്കുകയാണ്.
ഫോർജ് ചെയ്തിട്ടുള്ള പ്രൂഫ് കൊടുത്തു കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള പണിഷ്മെന്റ് എന്താ? ഈ 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള ഇംപ്രിസൺമെന്റ് ആണ്. ക്ലിയർ ആണോ? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അല്ല അല്ല ഇത് 2 കമ്പനികൾ. ആരാ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക? ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പോ മറ്റേ ഡയറക്ടർ വന്ന് പറയാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഞാൻ ഒരു ഇതും ചെയ്തില്ല, എല്ലാം ക്ലിയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ദാറ്റ് ഈസ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഡോക്യുമെന്റുകളിലോ റെക്കോർഡിലോ. ഫോൾസ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു രേഖ ചോദിക്കുമ്പോൾ വേറെ തെറ്റായ രേഖ എനിക്ക് കൊടുന്നു തരിക, അതിനാണ് 3 to 7 years വരെയുള്ള ഇംപ്രിസൺമെന്റ്. ദെൻ SCRA എന്താ പറയണത്? ഇത് കമ്പനീസ് ആക്ടിന്റെ പെനാലിറ്റി ആണ്. SCRAയിലെ പെനാലിറ്റി എന്താ? സെക്ഷൻ 23H എന്താ പറയണേ? എന്തെങ്കിലും പ്രൊവിഷൻ കംപ്ലൈ ചെയ്യാൻ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 1 കോടി വരെയുള്ള പെനാലിറ്റി ആണ് സെക്ഷൻ 23H ഓഫ് SCRA 1956 പറയുന്നത്. ക്ലിയർ ആണോ? എന്താ? ഒഫൻസ് ഫോർ വിച്ച് നോ പണിഷ്മെന്റ്, അതായത് SCRAയിൽ ഒരു പണിഷ്മെന്റും പറയാത്ത എന്തെങ്കിലും ഒഫൻസ് ആണെങ്കിൽ ഇംപ്രിസൺമെന്റ് എത്രയാണ്? മാക്സ് 10 years ആണ്, ഫൈന് മാക്സ് 25 crores ആണ്, ഓർ ബോത്ത്. ഓക്കെ, സോ കമ്പനീസ് ആക്ടിന്റെ പണിഷ്മെന്റ് എന്താണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് എങ്കിൽ സെക്ഷൻ 447 പ്രകാരമുള്ള സിവിൽ ആൻഡ് ക്രിമിനൽ പെനാലിറ്റി ആണ് വരിക. ഇനി ഫോൾസ് എവിഡൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ 3 മുതൽ 7 വർഷം വരെയുള്ള ഇംപ്രിസൺമെന്റ് ആണ് വരിക. SCRA റൂൾ എന്താ പറയുന്നത്? നോൺ കംപ്ലയൻസ് ചെയ്യുകയാണ് ഏതെങ്കിലും പ്രൊവിഷൻ എങ്കിൽ മാക്സിമം 1 കോടി വരെയുള്ള ഫൈന് വരും. ഇനി അല്ല, ഒരു പണിഷ്മെന്റും കൊടുക്കാത്ത ഏതെങ്കിലും സെക്ഷൻ ആണ് SCRA എങ്കിൽ മാക്സിമം അവിടെ എന്താ പറയാ 10 വർഷം വരെയുള്ള ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ 25 കോടി വരെയുള്ള ഫൈനോ അല്ലെങ്കിൽ ബോത്തോ വരാം. ദെൻ സൈനിങ് ഓഫ് ഫൈനാൻഷ്യൽ, ഇത് വേറെയാണ് കേട്ടോ, വേറെ ടോപ്പിക്. ഓക്കെ, സോ എന്താണ് ഇവിടെ പണിഷ്മെന്റ് പറയുന്നത്? കോർപ്പറേറ്റ് ഗവർണൻസ് സർട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യമാണ്. കഴിഞ്ഞ പേജിലാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് സർട്ടിഫിക്കേഷനെ കുറിച്ച് പഠിച്ചത്. ആ കോർപ്പറേറ്റ് ഗവർണൻസ് സർട്ടിഫിക്കേഷൻസില് പെനാലിറ്റി ആരൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒന്ന് കമ്പനീസ് ആക്ട് 2013 ഒന്ന് SCRA റെഗുലേഷൻ 1956 ആണ് പറയുന്നത്. SCRA റെഗുലേഷൻസിലെ 23H ഉം 23M ആണ് പെനാലിറ്റി പറയുന്നത്. ദെൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് പറയേണ്ടത് സെക്ഷൻ 29 ഷെഡ്യൂൾ 3 പ്രകാരം എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? അതിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, P&L അക്കൗണ്ട് ഉണ്ടാവും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി ഉണ്ടാവും, എക്സ്പ്ലനേറ്ററി നോട്ട് ഉണ്ടാവും. നമ്മൾ കുറെ കാലം നമ്മൾ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? ബാലൻസ് ഷീറ്റ്, P&L, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി നോട്ട്സും ഉണ്ടാവും. ആരാണ് സൈൻ ചെയ്യേണ്ടത്? ചെയർപേഴ്സണോ 2 ഡയറക്ടറോ ആൻഡ് അതിന്റെ ഒപ്പം സിഇഒയോ CSO CFO. ആരാ സൈൻ ചെയ്യേണ്ടേ? ചെയർപേഴ്സൺ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, അതിന്റെ ഒപ്പം ചെയർപേഴ്സൺ ഓർ 2 ഡയറക്ടേഴ്സ്, അതിന്റെ ഒപ്പം CSO CFOയോ CEOയോ. ഓക്കെ, ക്ലിയർ ആണോ? സോ 129 എന്താ പറയണത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ കാര്യമാണ്, അല്ല ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കാര്യമാണ് പറയണത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആരാ സൈൻ ചെയ്യേണ്ടത്? ചെയർപേഴ്സൺ ഓർ 2 ഡയറക്ടേഴ്സ് പ്ലസ് കമ്പനി സെക്രട്ടറി, CEO ഓർ CFO. ഓക്കെ, നൗ കോർപ്പറേറ്റ് ഗവർണൻസിന്റെ പ്രിൻസിപ്പിൾസ് സെബി LODRന്റെ കീഴിൽ എന്താണ് പറയുന്നത്? എന്തൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. എന്താ ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്? വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. ഫസ്റ്റ് റൈറ്റ് എന്താണ്? വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. അവരെ ഇൻഫോം ചെയ്യാനുള്ള റൈറ്റ്. എന്താ? എല്ലാ കാര്യത്തെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാനുള്ള റൈറ്റ്. മൈനോറിറ്റി പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് ചെറിയ ഷെയർ ഹോൾഡേഴ്സിന്. അതേപോലെ തന്നെ ഓണർഷിപ്പ് എക്സസൈസ് ചെയ്യാനുള്ള റൈറ്റ്, ബോർഡിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള റൈറ്റ്. എന്തൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്? 1 വോട്ട് ചെയ്യാനുള്ള റൈറ്റ്, 2 ഇൻഫോംഡ് ആവാനുള്ള റൈറ്റ്, 3 ബോർഡിനോട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ്, 4 ഓണർഷിപ്പ് എക്സസൈസ് ചെയ്യാനുള്ള റൈറ്റ്, 5 മൈനോറിറ്റി റൈറ്റ്സ്. ഇത്രയും റൈറ്റുകളാണ് ആർക്കുള്ളത്? ഒരു ഷെയർ ഹോൾഡേഴ്സിനുള്ള റൈറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? 1 വോട്ട് ചെയ്യാനുള്ള റൈറ്റ്, 2 ഇൻഫോംഡ് ആവാനുള്ള റൈറ്റ്, 3
മൈനോറിറ്റി പ്രൊട്ടക്ട്, ഓണർഷിപ്പ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ബോർഡിനോട് ആസ്ക് ചെയ്യാനുള്ള റൈറ്റ്. ദെൻ ടൈംലി ഇൻഫോർമേഷൻ വായിക്കുക. എന്താ ടൈംലി ഇൻഫോർമേഷൻ പറയണത്? ഷെയർസ് വാങ്ങുന്നതിന് മുമ്പ് ആ ഷെയർസ് വാങ്ങിയാൽ എന്തൊക്കെ റൈറ്റ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞിരിക്കണം. മീറ്റിംഗ്സിനെ കുറിച്ചും അജണ്ടയെ കുറിച്ചിട്ടും കൃത്യമായ വിവരം ഇൻഫോം ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ടൈംലി ഇൻഫോർമേഷൻ. ദെൻ ഇക്വിറ്റബിൾ ട്രീറ്റ്മെന്റ്. ഇക്വിറ്റബിൾ ട്രീറ്റ്മെന്റ്, എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. Okay, effective shareholder participation is needed for key decisions. Key decisions എടുക്കണമെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് ഷെയർ ഹോൾഡർ പാർട്ടിസിപ്പേഷൻ വേണം. അതേപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ളത് എക്സ്പെൻസീവ് ആവാൻ പാടില്ല. വോട്ട് ചെയ്യാനുള്ള പരിപാടികൾ എക്സ്പെൻസീവ് ആവാൻ പാടില്ല. അതായത് ഷെയർ ഹോൾഡേഴ്സിന് എക്സ്പെൻസീവ് ആവാൻ പാടില്ല. സോ എന്താ പറയണേ? റൈറ്റ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞു. ടൈംലി ഇൻഫോർമേഷൻ എന്താ? ഒരു ഷെയർ അക്വയർ ചെയ്യുന്നതിന് മുമ്പ് അതുമായിട്ട് എന്ത് തരം റൈറ്റുകളാണ് ആ ഷെയർ അക്വയർ ചെയ്താൽ ഉള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവണം. അജണ്ടയും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടാവണം. ഇക്വിറ്റബിൾ ട്രീറ്റ്മെന്റ് എന്താ പറയണത്? എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും ഒരുപോലെ കാണണം. 2, അവരുടെ പാർട്ടിസിപ്പേഷൻ കീ ഡിസിഷൻസിന് നെസസറി ആണ്. 3, വോട്ട് ചെയ്യാനുള്ള എക്സ്പെൻസ് എക്സ്പെൻസീവ് ആവാൻ പാടില്ല. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ റോൾ എന്താ? സഫിഷ്യന്റ് ഇൻഫോർമേഷൻ. എന്താ പറയണത്? എന്തെങ്കിലും പ്രോബ്ലം പറയുകയാണെങ്കിൽ അത് റിഡ്രസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? സ്റ്റേക്ക് ഹോൾഡർക്ക് ഉണ്ട്. അതേപോലെ തന്നെ അവരെ ഇൻഫോം ചെയ്യാനുള്ള റൈറ്റും അവർക്കുണ്ട്. അതേപോലെ തന്നെ ജനറൽ പോയിന്റ്സ് ആണ്. ഓക്കെ, സോ എന്താണ് സ്റ്റേക്ക് ഹോൾഡറിന്റെ റൈറ്റ്? 1 റിഡ്രസലിനുള്ള റൈറ്റ്, 2 ഇൻഫോംഡ് ആവാനുള്ള റൈറ്റ്. റിഡ്രസൽ എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാ? ഷെയർ ഹോൾഡേഴ്സ് പ്ലസ് ബാക്കിയുള്ള ഗവൺമെന്റും മറ്റു കാര്യങ്ങളൊക്കെ കൂടുന്നതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എംപ്ലോയീസ്, അവർക്ക് എന്തെങ്കിലും കഷ്ടത വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള റൈറ്റ്. Okay, then disclosure and transparency. വായിക്കുക. Information disclosed in accordance to prescribed standard. ഓക്കെ, സോ എന്താണ് പറയണത്? നമ്മളൊരു ഡിസ്ക്ലോഷർ നടത്തുമ്പോൾ അത് പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഡിസ്ക്ലോഷർ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ മിനിറ്റ്സിൽ എല്ലാവിധ അനുകൂലമായും എതിർ ഒപ്പീനിയനുകളും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തുക. മിനിറ്റ്സ്, അതായത് മീറ്റിംഗ് നടത്തുമ്പോൾ പലവരും അതിന് അനുകൂലിച്ചുള്ള ഒപ്പീനിയൻ പറയും, എതിരുള്ള ഒപ്പീനിയൻ പറയും. രണ്ടും എവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? മിനിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അനുകൂലപ്പെടുന്ന ഒപ്പീനിയനുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. നൗ റെസ്പോൺസിബിലിറ്റി ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ഇൻഫോർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുക, മെറ്റീരിയൽ ഇൻട്രസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യുക, അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി ഉണ്ടാവുക. എന്താണ്? എല്ലാ ഇൻഫോർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്യുക, അവർക്ക് ഏതെങ്കിലും പ്രൊജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യുക, അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ദെൻ ഫങ്ഷൻസ്. സോ മെയിൻ ആയിട്ട് എന്താ പറയാ? ഗവേണൻസ് പ്രോപ്പർ ആയിട്ട് നടത്തുന്നുണ്ടോ നോക്കുക. കീ മാനേജർ പേഴ്സൺസിനെ സെലക്ട് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ ഡിസ്ക്ലോഷറും കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ ആണോ നോക്കുക. ഇന്റഗ്രിറ്റി ഉണ്ടോ നോക്കുക, എവിടെ അക്കൗണ്ടിങ്ങിലും ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലും. ഓക്കെ, എന്തൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഫങ്ഷൻസ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? 1, ഗവേണൻസ് പ്രോപ്പർ ആണെന്ന് നോക്കുക. 2, കീ മാനേജറിയൽ പേഴ്സൺസിനെ സെലക്ട് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. 3, ഡിസ്ക്ലോഷറും കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ ആണോ എന്ന് നോക്കുക. 4, ഇന്റഗ്രിറ്റി ഉണ്ടോ അക്കൗണ്ടിങ്ങിലും ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലും ഉണ്ടോ എന്നുള്ളതും നോക്കുക. ഇത്രയും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ അതർ റെസ്പോൺസിബിലിറ്റീസ്.
വൺ ഈസ് സ്ട്രാറ്റജിക് ഗൈഡൻസ്. കമ്പനിക്ക് സ്ട്രാറ്റജിക് ഗൈഡൻസ് കൊടുക്കേണ്ടത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. കോർപ്പറേറ്റ് കൾച്ചർ നിലനിർത്തേണ്ടതും ഗുഡ് ഫെയ്ത്ത് നിലനിർത്തേണ്ടതും ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡും ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ് നിലനിർത്തേണ്ടതും ഒക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ആരാണ്? ഒന്ന് സ്ട്രാറ്റജിക്കൽ ഗൈഡൻസ് കൊടുക്കുക, കോർപ്പറേറ്റ് കൾച്ചർ നിലനിർത്തുക, ഗുഡ് ഫെയ്ത്ത് നിലനിർത്തുക, ഹൈ എത്തിക്സ് നിലനിർത്തുക, അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റും ഷെയർ ഹോൾഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുക, ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ആണ്. ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് എന്തിലുള്ളത്? നമ്മളുടെ കോർപ്പറേറ്റ് ഗവേണൻസില് ഉള്ളത്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് എന്താ? അഡോപ്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താ അഡോപ്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് AGMൽ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ? അഡോപ്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയാ. എവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്? AGMലാണ്. ഓക്കെ, അഡോപ്റ്റ് ചെയ്യാൻ മൊത്തമല്ല, അതിന് നമ്മൾ എന്ത് ചെയ്യും? സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. സർക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം എന്തൊക്കെ ഉണ്ടാവും? നോട്ട്സ് ഉണ്ടാവും, ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവും, ബോർഡ് റിപ്പോർട്ട് ഉണ്ടാവും. അപ്പോ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിന് പ്ലസ് എന്തൊക്കെ ഉണ്ടാവും? നോട്ട്സ് ഉണ്ടാവും, ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവും, ബോർഡ് റിപ്പോർട്ടും ഉണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ, നൗ എന്തെങ്കിലും പ്രോവിഷൻസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഏതെങ്കിലും പ്രോവിഷനുമായിട്ട് കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്കുള്ള പെനാൽറ്റി എത്രയാണ്? 3 ലക്ഷം രൂപയും ഓഫീസർ ഇൻ ഡിഫോൾട്ടിനുള്ള പെനാൽറ്റി 50,000 രൂപയും ആണ്. ഓക്കെ, ഇപ്പോ എന്തൊക്കെ പെനാൽറ്റികളാണ് നമ്മൾ പഠിച്ചത്? കോർപ്പറേറ്റ് ഗവർണൻസിന്റെ പെനാൽറ്റി പഠിച്ചു, ആനുവൽ റിട്ടേണിന്റെ പെനാൽറ്റി പഠിച്ചു, പിന്നെ ഈ പെനാൽറ്റിയും നമ്മൾ പഠിച്ചു. സോ ഇതെന്തിനെ കുറിച്ചുള്ള? അഡോപ്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. AGMലാണ് ചെയ്യുക. AGMൽ ചെയ്യുക മാത്രമല്ല, അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒപ്പം നോട്ട്സ് ടു അക്കൗണ്ട്സ് ഉണ്ടാവും, പ്ലസ് ഓഡിറ്റ് റിപ്പോർട്ടും ബോർഡ് റിപ്പോർട്ടും ഉണ്ടാവും. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രോവിഷനുമായി കംപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ കമ്പനിക്ക് 3 ലക്ഷം പെനാൽറ്റി ഉണ്ടാവും, ഓഫീസർ ഇൻ ഡിഫോൾട്ടിന് 50,000 രൂപ പെനാൽറ്റി ഉണ്ടാവും. ദെൻ ഒബ്ലിഗേഷൻ ആൻഡ് പീനൽ പ്രൊവിഷൻ. എന്താ വൈൻഡ് അപ്പ് ബൈ സെൻട്രൽ ഗവൺമെന്റ്? Final penalty, DSC shall be deactivated and be conducted inquiry within 15 days of prior notice. Refer matter to institute ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്. ഇതൊന്നുമില്ല, നേരത്തെ പറഞ്ഞതിന്റെ ഒരു ക്രക്സ് ആണ്. എവിടെയൊക്കെ കമ്പനിക്ക് പെനാൽറ്റി വരുന്നോ അവിടെ ഫൈനോ പെനാൽറ്റിയോ ഉണ്ടാവും, അല്ലെങ്കിൽ വൈൻഡപ്പിന് ഉത്തരവിടും. നമ്മൾ മുമ്പ് കണ്ടതാണ് അല്ലെ? 5 കൊല്ലം ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ വൈൻഡപ്പ്, അല്ലെങ്കിൽ എല്ലാ കേസിലും എന്താ പെനാൽറ്റിയാ വരുന്നത് അല്ലെ? അതാണ് ജനറൽ ആയിട്ട് പറയാണ്. ഞാൻ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് either CS അല്ലെങ്കിൽ ഡയറക്ടർ, അവർക്ക് എന്തൊക്കെ പെനാൽറ്റി വന്നിരുന്നത്? 447, 449 വരും, ഫൈൻ പെനാൽറ്റിയും വരും. ഇംപ്രിസൺമെന്റ് ആണ് ഈ പറയുന്നത് 447, 449 എന്നൊക്കെ പറയുന്നത് സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിങ്സ്. നൗ റെഗുലേറ്ററിന് എന്തൊക്കെ ആക്ഷൻ എടുക്കാം അതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് സിവിൽ ഓർ ക്രിമിനൽ പെനാൽറ്റി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫൈൻ ഈടാക്കാം, അവരുടെ ഡീറ്റെയിൽ സിഗ്നേച്ചർ ഡീആക്ടിവേറ്റ് ചെയ്യാം, അവരുടെ ആക്ഷനിലേക്ക് ഒരു ഇൻക്വയറി നടത്താം 15 ദിവസം പ്രിയർ നോട്ടീസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിന് കൊടുക്കാം. ഈ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് നമ്മൾ കണ്ടു ഇല്ലേ? കമ്പനി സെക്രട്ടറിക്ക് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് വരും എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ എന്തൊക്കെ പെനാൽറ്റികളാണ് റെഗുലേറ്ററിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ ഈ പറഞ്ഞതൊക്കെ തന്നെ, ഫൈനോ പെനാൽറ്റിയോ 447 449 അല്ലെങ്കിൽ DSC ഡീആക്ടിവേറ്റ് ചെയ്യാം, അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഉത്തരവിടാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം പ്രിയർ 15 ദിവസത്തെ ഇത് കൊടുത്തിട്ട്. ഓക്കെ, യെസ്. ദെൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് ആർക്കാ ഫോർവേഡ് ചെയ്യേണ്ടത്? റീജിയണൽ ഡയറക്ടർ അല്ലെങ്കിൽ ഇ ഗവർണൻസ് സെല്ല്, അതേപോലെ തന്നെ റീജിയണൽ ഡയറക്ടർ ആർക്കാ ഫോർവേഡ് ചെയ്യുക? ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഇ ഗവർണൻസ് ഡിവിഷൻ ഓൺ ഓർ ബിഫോർ 7th of every month.
ക്ലിയർ ആണോ? അപ്പൊ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക, റെഗുലേറ്ററിന് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് 447, 449 പ്രകാരമുള്ള പെനാൽറ്റി, അല്ലെങ്കിൽ ഫൈന്, അതും അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്, അല്ലെങ്കിൽ അന്വേഷണം, 15 ദിവസം നോട്ടീസ് കൊടുത്തിട്ട് ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുക. ഇതിന്റെ റിപ്പോർട്ട് ആർക്കാ കൊടുക്കുക? റീജിയണൽ ഡയറക്ടറിന് അല്ലെങ്കിൽ ഗവർണൻസ് സെല്ലിനാണ് കൊടുക്കുക. ഇത് എപ്പോഴാണ് അയച്ചു കൊടുക്കുക? എല്ലാ മന്തിന്റെയും സ്റ്റാർട്ടിലെ 7-ാം തീയതിയുടെ മുമ്പാണ് ഇത് അയച്ച് കൊടുക്കാറുള്ളത്. ക്ലിയർ ആണോ? സോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്തത്? പറയൂ, എന്തൊക്കെയാണ് കവർ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ കവർ ചെയ്തത് എന്താണ് പ്രീ സർട്ടിഫിക്കേഷൻ, പ്രീ സർട്ടിഫിക്കേഷൻ കൊണ്ടുള്ള യൂസ് എന്താണ്, അതിന്റെ ഹിസ്റ്ററി എന്താണ് നമ്മൾ നോക്കി. ദെൻ ഒതന്റിക്കേഷനെ കുറിച്ച് നമ്മൾ നോക്കി. പ്രീ സർട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രീ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് നോക്കി. ദെൻ ഓരോ ആക്ടിന്റെയും കീഴിൽ ഏതൊക്കെ ഫോമുകളാണ് നമ്മൾ പ്രീ സർട്ടിഫൈ ചെയ്യേണ്ടത്, ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി പ്രീ സർട്ടിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി. ദെൻ പ്രീ സർട്ടിഫിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ ഫയലിംഗ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്ന എറേഴ്സ്, ആ എറേഴ്സ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി. ദെൻ നമ്മൾ നോക്കിയത് എന്താ, ആനുവൽ റിട്ടേണിനെ കുറിച്ച് സംസാരിച്ചു. MGT നോട്ട് 7, MGT നോട്ട് 8, അതിന്റെ പെനാലിറ്റികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത പേജിൽ വരും അല്ല. ദെൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടേ നമ്മൾ ഇത് ചെയ്യാൻ പാടൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിലൊരു ലോങ് ലിസ്റ്റ് നമ്മൾ പറഞ്ഞു. എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് ആനുവൽ റിട്ടേൺ എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ദെൻ അതൊന്നും പാലിച്ചിട്ടില്ലെങ്കിലുള്ള കോൺസിക്വൻസസ് നമ്മൾ പറഞ്ഞു. കമ്പനിക്ക് എന്താണ്, ഡയറക്ടറിന് എന്താണ്, പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞു. ദെൻ സ്ക്രൂട്ടനി നടത്തുമ്പോൾ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് സ്ക്രൂട്ടനി നടത്തേണ്ടത് എന്നുള്ളത്. കോർപ്പറേറ്റ് ഗവർണൻസിലേക്കാണ് പിന്നെ കടന്നത്. കോർപ്പറേറ്റ് ഗവർണൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്, കോർപ്പറേറ്റ് ഗവർണൻസ് സർട്ടിഫിക്കറ്റ് എന്താണ്, എത്ര ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ അനക്ഷറുകൾ ഉണ്ട്, അതിന്റെ ഒപ്പീനിയൻ എങ്ങനെയാണ്, അതിന്റെ പെനാലിറ്റികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വന്നു. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആര് ചെയ്യണം, അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ദെൻ കോർപ്പറേറ്റ് ഗവർണൻസിന് LODRലുള്ള റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ അതിന്റെ പെനാലിറ്റി നമ്മൾ പറഞ്ഞു. അഡോപ്ഷൻ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, അതിന്റെ പെനാൽറ്റി പറഞ്ഞു. ജനറൽ ആയിട്ട് റെഗുലേറ്റർക്ക് എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് എന്ത് പറയാം, നമ്മള് പ്രീ സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് പഠിച്ചു അല്ലെ, പ്രീ സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് പഠിച്ചു. അതേപോലെ ഒതന്റിക്കേഷനെ കുറിച്ച് പഠിച്ചു. പിന്നെ പ്രീ സർട്ടിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു, ഒതന്റിക്കേഷനെ കുറിച്ച് പഠിച്ചു. അതൊക്കെ ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാണ് നമ്മൾ സർട്ടിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചു. അതൊക്കെ ഓക്കെ, അതൊക്കെ പ്രീ സർട്ടിഫിക്കേഷനിൽ പോയി. പിന്നെ ആനുവൽ റിട്ടേണിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ദെൻ കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ച് പഠിച്ചു. ദെൻ അതിന്റെ പെനാൽറ്റി, അതായത് ആനുവൽ റിട്ടേൺ അതിന്റെ പെനാൽറ്റി, കോർപ്പറേറ്റ് ഗവർണൻസ് അതിന്റെ പെനാൽറ്റി. ദെൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതിന്റെ പെനാൽറ്റി, അഡോപ്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതിന്റെ പെനാൽറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. എന്തൊക്കെയാണ്? പ്രീ സർട്ടിഫിക്കേഷൻ ഉണ്ട്. പ്രീ സർട്ടിഫിക്കേഷൻ പഠിക്കുമ്പോൾ എന്താ, അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ എഫക്റ്റുകളും ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ ഒതന്റിക്കേഷൻ വരുമ്പോൾ ഒതന്റിക്കേഷൻ എന്താണ് എന്നുള്ളത് പഠിച്ചു. അതിന്റെ ഡിഫറെന്റ് റെഗുലേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെ ഫോമുകളാണ് ഉള്ളത് കമ്പനീസ് ആക്ടിന്റെ കീഴിലും ഡെപ്പോസിറ്ററി റെഗുലേഷൻ 2008 കീഴിലും LLP ആക്ടിന്റെ കീഴിലും സെബി LODRന്റെ കീഴിലൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ ആനുവൽ റിട്ടേൺ സംസാരിച്ചപ്പോൾ MGT 7 MGT 8 പഠിച്ചു. അതിന്റെ കോൺസിക്വൻസസും പെനാൽറ്റിയും പഠിച്ചു. കോർപ്പറേറ്റ് ഗവർണൻസ് പഠിച്ചപ്പോ അതിന്റെ ഡിഫറെന്റ് ഷെഡ്യൂൾസും മറ്റ് ക്വാളിഫൈഡ് അൺക്വാളിഫൈഡ് ഒപ്പീനിയനും അതിന്റെ കോൺസിക്വൻസസും പഠിച്ചു. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചപ്പോൾ ആര് സൈൻ ചെയ്യണം, മറ്റു കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിന്റെ പെനാൽറ്റികൾ നമ്മൾ പഠിച്ചു. ഇതിന്റെ പ്ലസ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു, LODR അതിന്റെ റൈറ്റുകൾ, അത് പഠിച്ചു. അഡോപ്റ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചപ്പോൾ അത് എന്താണെന്ന് പഠിച്ചു, അതിന്റെ പെനാൽറ്റി എന്താണെന്ന് പഠിച്ചു. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ. ക്ലിയർ ആണോ?
അപ്പൊ നാളെ നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിന്റെയും ഈ ചാപ്റ്ററിന്റെയും ചോദ്യങ്ങളൊന്ന് നോക്കാം.